ഹായ്, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ കുറേ അല്ല വീഡിയോയിലൊക്കെ വന്നിട്ടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇന്ത്യയിൽ ബാനായിട്ടുണ്ട്, ബാക്കി എല്ലാ രാജ്യത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ മുബഷിറാറിന് ഒരു പെൺകുട്ടിനെ വെച്ച് താമരശ്ശേരി പോലീസ് മുഖാന്തരം കാദർ കരിപ്പൂടി ഒരു FIR ഇടുകയും എന്നിട്ട് അത് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി സൈബർ സെല്ലിന് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ FIR കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ആ വ്യക്തിയുമായിട്ട് എനിക്ക് മുന്നേ കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസ് വിജയിച്ചിരുന്നു. കൂടാതെ അവളെ ഇക്കാക്കാൻ്റെ പേരിലും കേസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് 12-ാം തീയതി കൊണ്ടുപോയിട്ട് അവളെ വെച്ച് ഒരു FIR ഇടിയിപ്പിച്ചത്. അത് ചോദ്യം ചെയ്യാൻ കോടതിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ID തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് മീ ഷാലൂസ് വോയിസ് 2 എന്ന് പറഞ്ഞൊരു ID ഉണ്ട്. പിന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ID-യുമായിട്ട് ബന്ധപ്പെടാം. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഞാനൊരു RTI ഇടുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട രേഖകൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു RTI ഞാൻ വടകര റൂറൽ SP-ക്ക് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രി, ഏകദേശം ഇന്നലെ വൈകുന്നേരം ഒരു 4 മണി 4:30 ആകുമ്പോഴാണ് അതിൻ്റെ മറുപടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വായിച്ചു. എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഞാൻ വായിച്ചുതരാം. വിവരാവകാശ നിയമം 2005 പ്രകാരം താങ്കൾ സമർപ്പിച്ച അപേക്ഷയിൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാകയാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ താങ്കൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിലേക്കായി മേൽ സൂചന പ്രകാരം പകർപ്പ് വിവരാവകാശ നിയമം 2005 സെക്ഷൻ 6/3 പ്രകാരം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ IPSHO താമരശ്ശേരി എന്ന ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുന്നു. ഈ ഓഫീസിൽ നിന്നുള്ള മറുപടിയിൽ ആക്ഷേപമുള്ളതെന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ. അത് നമുക്ക് ആവശ്യമില്ല. പക്ഷെ അവസാനം വന്നൊരു സംഭവമുണ്ട്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്സ്. അവസാനം ഒരു സംഭവം വന്നുണ്ട്. ശ്രീ മുഹമ്മദ് നിഷാൽ KP കറുകപ്പറമ്പിൽ ഹൗസ്, സൗത്തന്നാര, തിരൂർ എന്നിവരുടെ അപേക്ഷ വിവരാവകാശ നിയമം അനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ തീർപ്പാക്കി രേഖകൾ അപേക്ഷകന് നേരിട്ട് അയച്ചു നൽകേണ്ടതാണ്. അതായത് നമ്മൾ നൽകിയ അപേക്ഷ വടകര റൂറൽ SP അംഗീകരിച്ചു എന്നുള്ളതിനൊരു പ്രധാന തെളിവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഈ RTI കണ്ടെത്തുന്നതും ഒരിക്കലും മെഹനാസിനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ അവനൊരു ക്രിമിനൽ അല്ല അല്ലെങ്കിൽ അവൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനോ അല്ല. ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ട് അവൻ ഒരുപാട് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റിലും കണ്ടില്ല, കട്ടിലടിച്ച് കെട്ടിത്തൂക്കി കൊന്നു, അങ്ങനെ കണ്ടു കുറേ വീഡിയോസ് നമ്മൾ കണ്ടു. അവൻ്റെ കയ്യിൽ കൊലപാതകത്തിന് തെളിവുകളുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കേരള പോലീസിന് കൈമാറേണ്ടതല്ല, കയ്യിൽ വെച്ചിരിക്കാനുള്ളതല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സത്യമുണ്ട്, കാദർ കരിപ്പൊടിയുടെ കയ്യിൽ എത്രത്തോളം സത്യമുണ്ടെന്നും ഈ ബാച്ച എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കാദർ കരിപ്പൊടിക്കുള്ള ബന്ധം എന്താണെന്നും തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്നെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ടാണ് താമരശ്ശേരിയിൽ മുബഷിറ എന്ന് പറയുന്ന പെൺകുട്ടിനെ വെച്ച് FIR ഇടിപ്പിക്കുകയും എൻ്റെ ചാനൽ സസ്പെൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തത്. ഞാനൊരു കാര്യം പറയട്ടെ, കാദർ കരിപ്പൊടി, ഞാൻ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിൽ പോലും എൻ്റെ ചാനൽ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അനക്കെതിരെ ഞാൻ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ മെഹനാസ് തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് പോലീസ് തീരുമാനിക്കട്ടെ. കാരണം അവൻ നല്ലതാണെന്നുള്ളത് എനിക്കറിയാൻ, നേരിട്ട് ഇവരെ കണ്ട വ്യക്തിയൊന്നുമല്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം. റിഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതിയും കിട്ടണം. ഞാൻ ഇതിലോട്ട് ഇറങ്ങാനുണ്ടായ പ്രധാന കാരണം റിജു എന്നൊരു സഹോദരൻ എനിക്ക് അയച്ച ഒരു കമൻറ്റും എനിക്ക് അയച്ച മെസ്സേജുകളുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പ്രധാനമായ കാര്യം. അല്ലാതെ മെഹനാസിനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ മെഹനാസിനെ രക്ഷപ്പെടുത്തിയെടുക്കാനോ അല്ല. ആ പയ്യൻ എൻ്റെ കയ്യിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ പെങ്ങളെങ്ങനെ മരിച്ചെന്നുള്ളത് എനിക്കറിയണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഏതൊരു സഹോദരനും ഉണ്ടാവുന്ന ഫീലിങ്സ് ഞാൻ അവൻ്റെ മുഖത്ത് കണ്ടു. കാരണം എനിക്കും 2 പെങ്ങന്മാരാണ്. പക്ഷെ ഇതിൻ്റെ പേര് പറഞ്ഞ് കാദർ കരിപ്പൊടി എത്രത്തോളം ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്, എത്രത്തോളം ജനങ്ങളെ ഈ തെറ്റിദ്ധാരണ പരത്തി വിജയിക്കാൻ നോക്കുന്നുണ്ട് എല്ലാം. ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ തീർച്ചയായിട്ടും ബാച്ചയുമായിട്ടുള്ള ബന്ധം, ബാച്ചയുമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അന്വേഷണത്തിൻ്റെ വിധേയമായിട്ട് വരണം. ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ച് ഒന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പരിപാടി വരാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ RTI എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഫസ്റ്റ് ഇട്ട RTIക്ക് തന്നെ നമുക്ക് നല്ല 100-ൽ 110% പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ്. കാരണം സാധാരണ അന്വേഷണത്തിൽ ഇരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ നിരസിക്കാനുള്ളതാണ്. പക്ഷെ ഫസ്റ്റ് തന്നെ അത് നിരസിക്കാത്തതിന് കാരണം നമ്മൾ അയച്ച RTI പ്രകാരം വാല്യൂഡ് ആണ് എന്നുള്ളതിന് തെളിവാണ്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും വിത്തിൻ ഒരു ഏകദേശം 30 ദിവസത്തിനുള്ളിൽ തന്നെ, കാരണം ഇത് അയച്ചു ഞാനൊരു 10-12 ദിവസം, 10 ആയിട്ടില്ല, ഒരു 7 ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു മറുപടി എനിക്ക് വന്നു.
അപ്പോൾ തീർച്ചയായിട്ടും മറുപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വന്നതിന് ശേഷം നമ്മൾ ഖാദർ കരിപ്പുഴയുടെ നുണകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പൊളിച്ചെടുക്കും. ഈ ബാച്ച എന്ന് പറയുന്നവൻ ആരാണെന്ന് നമ്മൾ പൊളിച്ചെടുക്കും.